ജസ്നയോട് സാമ്യമുള്ള പെൺകുട്ടി ആ ലോഡ്ജിൽ എത്തിയത് കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ്. പത്രങ്ങളിൽ ജസ്നയുടെ പടം വന്നപ്പോൾ തന്നെ ആ ജീവനക്കാരിക്കെല്ലാം വ്യക്തമായി. ജസ്നയോട് സാമ്യമുള്ള പെൺകുട്ടി മുണ്ടക്കയത്തെ ലോഡ്ജിൽ എത്തിയിരുന്നതായാണ് ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അജ്ഞാതനായ യുവാവിനൊപ്പം ഇവിടെ വെച്ച് കണ്ടെന്നാണ് ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ. ജസ്നയുടെ ദൃശ്യങ്ങൾ അവസാനമായി പതിഞ്ഞതും ഈ ഒരു ലോഡ്ജിന് സമീപത്തെ തുണിക്കടയുടെ CCTV ക്യാമറയിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസാണ് ഈ ഒരു വെളിപ്പെടുത്തൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്റെ ഫോട്ടോയും പേരോ വരരുതെന്ന് ആവശ്യപ്പെട്ടാണ് ഈ ഒരു മുൻ ജീവനക്കാരി ഏഷ്യാനെറ്റ് ന്യൂസിനോട് ഈ ഒരു കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. പത്രത്തിൽ പടം വന്നതുകൊണ്ടാണ് ജസ്നയെ എന്ന് തിരിച്ചറിഞ്ഞത്. പെൺകൊച്ചിന്റെ രൂപം മെലിഞ്ഞതാണ്, വെളുത്തതാണ്, എന്നേക്കാൾ മുടിയുണ്ട്, ക്ലിപ്പാണോ എന്ന് ഉറപ്പില്ല, തലമുടിയിൽ എന്തോ കെട്ടിയിട്ടുണ്ട്, റോസ് കളറുള്ള ചുരിദാറായിരുന്നു. ഇതാണ് വെളിപ്പെടുത്തൽ. എന്നാൽ ഇപ്പോൾ ജസ്ന തിരോധാന കേസിൽ ലോഡ്ജ് ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ തള്ളിക്കൊണ്ടാണ് ഈ ഒരു ലോഡ്ജിന്റെ ഉടമ രംഗത്ത് വരുന്നത്. ജസ്നയോ ജസ്നയുമായി സാദൃശ്യമുള്ള ആരെങ്കിലുമോ ലോഡ്ജിൽ വന്നിട്ടില്ലെന്നാണ് ലോഡ്ജ് ഉടമ ഈ ഒരു ജീവനക്കാരിയുടെ പ്രതികരണം പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരിച്ചിരിക്കുന്നത്. തന്നോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടാണ് ജീവനക്കാരി ആരോപണങ്ങളുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയതെന്നും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ താൻ ഇതേ കാര്യമാണ് പറഞ്ഞതെന്ന് ലോഡ്ജ് ഉടമ പ്രതികരിച്ചു. ജാതിപ്പേര് വിളിച്ചെന്നും പറഞ്ഞ് എനിക്കെതിരെ അവർ കേസ് കൊടുത്തിട്ടുണ്ട്. ഒരു വിവരാവകാശ പ്രവർത്തകനാണ് ഇതിന് പിന്നിൽ. ഞാൻ കൊലക്കേസ് പ്രതിയാണ് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ എനിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. ജസ്ന എന്ന് പറഞ്ഞയാൾ ഇവിടെ വന്നിട്ടില്ല, എന്റെ ഓർമ്മയിലില്ല. നേരത്തെ 5 or 6 ഉദ്യോഗസ്ഥർ വന്ന് അന്വേഷിച്ചിരുന്നു. 5 ലക്ഷവും വീടും കൊടുത്തില്ലെങ്കിൽ എന്നെ തീർക്കുമെന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. ലോഡ്ജിൽ നിന്ന് ഇറക്കി വിട്ടതിനാണ് എനിക്കെതിരെ തിരിഞ്ഞത്. അവരുടെ പെരുമാറ്റം ശരിയായിരുന്നില്ല, അതിനാലാണ് ഇറക്കി വിട്ടത്. ലോഡ്ജ് ഉടമയുടെ വാക്കുകളാണിത്. ഏതായാലും ജസ്നയോട് സാമ്യമുള്ള പെൺകുട്ടി കോട്ടയം മുണ്ടക്കയത്തെ ലോഡ്ജിൽ എത്തിയതായാണ് ലോഡ്ജ് ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ. ഉച്ചയ്ക്ക് 12-നും 1-നും ഇടയ്ക്കാണ് അവിടെ കാണുന്നത്. 3-4 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു. 5 മണിക്ക് തിരിച്ചിറങ്ങിപ്പോയി. റൂം എടുത്ത് താമസിക്കുന്നവരുടെ പേരും മേൽവിലാസവും മാത്രമേ എഴുതാറുള്ളൂ. എന്നോട് ചിരിച്ചിരുന്നു. അപ്പോഴാണ് പല്ലിലെ കമ്പി ശ്രദ്ധിച്ചത്. ഒരു പയ്യൻ കൂടെ ഉണ്ടായിരുന്നു. വെളുത്ത് മെലിഞ്ഞ പയ്യനാണ്. കൊച്ചു പെൺകുട്ടി ആയതിനാലാണ് ശ്രദ്ധിച്ചത്. പിങ്ക് ഡ്രസ്സാണ് ഇട്ടിരുന്നത്. 103-ാം നമ്പർ റൂമാണ് എടുത്തത്. മുൻ ജീവനക്കാരിയുടെ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ലോഡ്ജ് ഉടമ തന്നെ അടിച്ചിറക്കി വിടുകയും മോശം കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയുമാണ്. അതുകൊണ്ടാണ് ഇക്കാര്യം തുറന്നു പറയാൻ തയ്യാറാവുന്നതെന്നും ജീവനക്കാരി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും കേരള പോലീസിനും അതുപോലെ തന്നെ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് തലയ്ക്ക് മുകളിൽ ഒരു വലിയ തലവേദന ആയിക്കൊണ്ടാണ് ജസ്ന തിരോധാന കേസ് തുടരുന്നത്. ഇത്രയും വർഷങ്ങളായിട്ടും ജസ്ന എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് അന്വേഷണ സംഘങ്ങൾക്കൊന്നും തന്നെ സാധിച്ചിട്ടില്ല.